ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ ജോസ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ആപ്ലിക്കേഷൻ ഫോം അതിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രീവിയസ് ഇയറിലേക്കാണ്. എന്നാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടാനായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ ചോയ്സ് സെലക്ട് ചെയ്യുക, അത്രയും കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോഴും പല കുട്ടികൾക്കും ഭയങ്കര ടെൻഷനാണ്, കാരണം അവരാരൊക്കെയോ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മിസ്ലീഡിങ് മാറ്റി നിങ്ങൾക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് ജോസ അലോട്ട്മെന്റ് പോസ്റ്റ് ഫില്ല് ചെയ്യുമ്പോഴൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ പലരും മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കട്ട് ഓഫ് വെച്ചിട്ടൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് പ്രയോറിറ്റൈസ് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെയാണ് പലരും നിങ്ങളോട് പറയുന്നത്. കട്ട് ഓഫ് റാങ്ക് നമ്മൾ അറിയേണ്ട കാര്യം തന്നെ ഇല്ല നമ്മളൊരു കോളേജിന് അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ അത് അറിയേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അതായത് ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് കട്ട് ഓഫ് നോക്കിയിട്ടാവണം ഫില്ല് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ബ്ലണ്ടറാണ്. അത്തരത്തിലുള്ള ആളുകൾ പറയുന്നൊന്നും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ 5-10 വർഷമായിട്ട് ഇതിനായിട്ട് സ്റ്റുഡൻസിന് ഗൈഡ് ചെയ്യുന്നതാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോളേജസ് ആണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, കോളേജ് നല്ലതായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ പോകാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്റ്റൻസ് ഫ്രം ഹോം ടൗൺ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും പാരൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടും പ്രയോറിറ്റൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡൽഹി എന്ന് പറയുമ്പോൾ SPA ഡൽഹിയാണ് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളുടെ ഒരു ഡ്രീം ഇൻ ദ കേസ് ഓഫ് ആർക്കിടെക്ചർ. അപ്പോൾ SPA ഡൽഹിയിൽ വരുമ്പോൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടോപ്പായി നിൽക്കുന്ന ആർക്കിടെക്ചർ കോളേജാണ് SPA ഡൽഹി. പലരും അവിടുത്തെ പൊല്യൂഷനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടും SPA ഡൽഹിയും കിട്ടും, SPA ഭോപ്പാലും കിട്ടും, SPA വിജയവാഡയും കിട്ടുമെങ്കിൽ സൗത്ത് ഇന്ത്യയിലത്തെ കോളേജ് ഏതാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ പ്ലേസ്മെന്റും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ SPA ഡൽഹിയാണ് ടോപ്പായി നിൽക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചില കുട്ടികൾ ആസ്മാറ്റിക് ആണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പൊല്യൂഷനെ പറ്റി ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളോ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ വേൾഡ് ഫുൾ ഓപ്പൺ ആണ്. ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആവണം നിർബന്ധമില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കോളേജിൽ പഠിക്കൂ എന്ന് ആരും പിടിവാശി പിടിക്കരുതെന്നാണ് എൻ്റെ ബേസിക് ആയിട്ടൊരു സജഷൻ. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് അതൊക്കെ വെച്ച് പ്രയോറിറ്റൈസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇതിൽ കൺസിഡർ ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് കട്ട് ഓഫ് റാങ്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് അലോട്ട്മെന്റ് തരുന്നത്. അല്ലാതെ നമ്മൾ വെച്ചിട്ടുള്ള ഓപ്ഷന്റെ അടിസ്ഥാനത്തിലല്ല. അതായത് ഓപ്ഷൻസിൽ നമ്മൾ കിട്ടാത്ത കോളേജ് വെക്കാതെ, കിട്ടുന്ന ഒരു കോളേജ് ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് കിട്ടാതിരിക്കും. നമ്മൾ എല്ലാ കോളേജുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതില് ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടുമെങ്കിൽ അത് നമുക്ക് തരും. അത് കിട്ടിയില്ലെങ്കിലാണ് സെക്കൻഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിലാണ് തേർഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യുക. തേർഡ് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിലാണ് ഫോർത്ത് ഓപ്ഷൻ കൺസിഡർ ചെയ്യുക. ഫോർത്ത് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിലാണ് ഫിഫ്ത്ത് ഓപ്ഷൻ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റാങ്കിന്റെ തൊട്ടടുത്തുള്ള റാങ്കിലുള്ള ആളുകൾക്ക് അലോട്ട്മെന്റ് കൊടുക്കുകയുള്ളൂ. പല കുട്ടികളുടെയും വിചാരം എല്ലാവർക്കും ഫസ്റ്റ് ഓപ്ഷൻ ആദ്യം കൊടുക്കും, സെക്കൻഡ് ഓപ്ഷൻ പിന്നീട് നോക്കും. അങ്ങനെയല്ല. നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് ഒരു 150 ആണ്. 100 കിട്ടിയ ആൾക്കും 101 കിട്ടിയ ആൾക്കും 102 കിട്ടിയ ആൾക്കും ഒക്കെ അലോട്ട്മെന്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇതിലേക്ക് വരുള്ളൂ. പിന്നെ നിങ്ങളുടെ ജനറൽ റാങ്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി റാങ്ക് വെച്ച് കിട്ടേണ്ട കാര്യം കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റാങ്കിലേക്കുള്ള അലോട്ട്മെന്റ് നടക്കുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പല ആളുകൾ പറയുന്നത് കേട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് എന്നോട് ഇന്നായിട്ട് കുട്ടികൾ ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കോളേജസ് തുടക്കത്തിൽ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറയുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോളേജസ് ഫസ്റ്റ് വെക്കുക. എല്ലാം നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോളേജസ് എല്ലാം തന്നെ ഓപ്ഷൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, ഇനി അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രീസ് ഫ്ലോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. അതൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ വൺസ് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷമാണ്. ഫസ്റ്റ് വരെ ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് ഒരിക്കലും ഒരു ഫൈനൽ അലോട്ട്മെന്റ് അല്ല.
ട്രയൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സീറ്റ് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം പിന്നീടും ചേഞ്ചസ് വന്നേക്കാം ഫൈനൽ അലോട്ട്മെന്റ് വരുമ്പോൾ. ഫൈനൽ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ആണ് ആ സീറ്റ്. നിങ്ങൾ പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5th ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 4th 3rd 2nd 1ലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതകൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ജോയിൻ ചെയ്ത് ഫീസ് അടച്ച് വെരിഫിക്കേഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ആൾക്കാർ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോളേജസ് എല്ലാം തന്നെ ടോപ്പ് പ്രയോറിറ്റിയിൽ വെച്ചുകൊണ്ട് തന്നെ ഓപ്ഷൻ ഫിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.